ഒരു 4-5 പീസ് മുഖികളുണ്ട്. മുട്ടറിനൊക്കെ എടുത്ത് കളയാൻ ഈ വേനലിൽ വിരിപ്പിക്കുന്നില്ല. ഒന്നാമത് തീറ്റ ചെലവാണ്, കച്ചവടമല്ല, ആർക്കും വേണ്ടപ്പോൾ. അത് കാരണം കൊണ്ട് നമ്മൾ വിരിപ്പിക്കുന്നില്ല. അപ്പോൾ ആ ഐറ്റങ്ങൾ കൊടുക്കാണ്ട് അങ്ങനെ നിർത്തിയേക്കാം. മുഖികളൊക്കെ ഒരു ടൈമിൽ ഭയങ്കര കളിയായിരുന്നു. ആ ലോക്ക്ഡൗൺ ടൈമിലൊക്കെ ഇതിൻ്റെ കുട്ടികളിന് 3000 രൂപയ്ക്കൊക്കെ കൊടുത്തായിരുന്നു. ഇപ്പോൾ ഈ പാരൻസിന് 150 രൂപ 100 രൂപ ആ റേഞ്ചൊക്കെ ഉള്ളത്. അത് കിട്ടിയാൽ ഭാഗ്യം. അപ്പം അങ്ങനെ മാറി. ഇപ്പം മരുന്നുകളോ വേറെ ഇളക്കാനുള്ള പരിപാടികളോ ഒന്നും കൊടുക്കുന്നില്ലടാ. ഒന്നും ഇപ്പോൾ ചെയ്യില്ല. ഇപ്പോൾ വീട്ടുകാരാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അസുഖങ്ങളും കമ്മിയാണ്. പണ്ട് നമ്മൾ ഒരുപാട് നോക്കുന്ന ടൈമിൽ ഭയങ്കര അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ കണ്ട അസുഖങ്ങളും ഇല്ല, ഒന്നുമില്ല. ഒന്ന് ബൂട്ട് ലെങ്ത്ത് കുറച്ച് കയറ്റിയിട്ട് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ അത്രയും പക്കയായിട്ട് ചെയ്തായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ വർക്കിൻ്റെതും ഒക്കെ പാടെ കാരണം കൊണ്ടാണ് അതിനൊന്നും ടൈം കിട്ടാത്തത്. നോക്കാൻ പറ്റുന്നില്ല. ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാവും. ഒന്നാമത് സാധനം പോകുമ്പോഴാണ് എല്ലാവർക്കും നോക്കാനൊരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ സാധനം അനക്കില്ലാത്തതുകൊണ്ടേ ആരും കയ്യിലുണ്ടായിരുന്നവരൊക്കെ ഒഴിവാക്കിയിട്ടാണ്. പ്രാവ് ഒരുപാട് ആളുടെ കയ്യിലുണ്ടായിരുന്നല്ലോ. എല്ലാവരും അതൊക്കെ ആ മേഖലയെ വിട്ട് ഇനി എന്നാ വരിക എന്നുള്ള അറിയില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആടെ മുണ്ടാടുന്ന അവിടെ മകളെന്ന് വന്നിട്ടുള്ളതേ നമ്മൾ വർക്കിൻ്റെ വീഡിയോ ഒന്നല്ല കേട്ടോ. നമ്മൾ കുറച്ച് പെറ്റ്സുകൾ, നമ്മുടെ കയ്യിൽ കുറച്ച് പ്രാവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ ഒരുപാടായി നമ്മൾ കയറി നോക്കിയിട്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തായിരുന്നു വർക്ക്, അതിനു മുന്നേ വേറെ ഭാഗത്തായിരുന്നു. അപ്പോൾ കുറച്ചായി നമ്മൾ തിരിഞ്ഞ് നോക്കിയിട്ട്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് അവസ്ഥകൾ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ കാണിച്ചു തരാം. ബാ, നേരെ ഈ സ്റ്റെപ്പിലൂടെ ഇങ്ങനെ കയറി വരുമ്പോഴേ ഇതാട്ടോ നമ്മുടെ കൊട്ടാരം. അതിൻ്റെ തൊട്ട് സൈഡിൽ അതാ നമ്മുടെ കുറച്ച് ആടുകളുണ്ട്, ഉമ്മാൻ്റെയാണ്. അവിടെ നിന്ന് ഇങ്ങനെ മീതയ്ക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഇതായിരുന്നു നമ്മുടെ ലോകം. ഒരുപാട് പെറ്റ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പ്രാവുകൾ ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. ഇത് ഇപ്പോൾ ഒക്കെപ്പാട് കോളനി ആക്കിയിട്ട് ഇട്ടാണ്. ഇതിലൊക്കെ പെറ്റ്സായിരുന്നു, അതിൻ്റെ ഉള്ളിൽ കുറേ ഉണ്ടായിരുന്നു. ഇതിൽ ഫുള്ള് ഇപ്പോൾ കുറച്ച് നാടന്മാരും നാടൻ പ്രാവുകളുണ്ട്. അതേപോലെ ഒരു 4-5 പീസ് മുഖികളുണ്ട്. മുട്ടറിനൊക്കെ എടുത്ത് കളയാൻ ഈ വേനലിൽ വിരിപ്പിക്കുന്നില്ല. ഒന്നാമത് തീറ്റ ചെലവാണ്, കച്ചവടമല്ല, ആർക്കും വേണ്ടപ്പോൾ. അത് കാരണം കൊണ്ട് നമ്മൾ വിരിപ്പിക്കുന്നില്ല. അപ്പോൾ ആ ഐറ്റങ്ങൾ കൊടുക്കാണ്ട് അങ്ങനെ നിർത്തിയേക്കാണ്. ഇതിലുണ്ടാകുന്ന കുറേ പ്രാവുകളുണ്ടായിരുന്നു, അത് കുറേയൊക്കെ കൊടുത്ത്. പിന്നെ കുറേയൊക്കെ നാടൻ പ്രാവുകളിനെ തിക്കി കയറ്റിയിട്ട് നാടൻ പ്രാവുകളിനെ നമ്മൾ അധികം കൊടുക്കലില്ല. നമുക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ട ഐറ്റങ്ങളാണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലങ്ങനെ കടന്നിട്ട് ബ്രീഡാവുന്നുണ്ട്. ഇതാ ഈ ഒരു കുട്ടി ഇപ്പോൾ പുതിയത് ഇറങ്ങിയാൽ തോന്നുന്നുണ്ട്. നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ആ മുട്ടെടുത്ത് മാറ്റാണ്ട് നോക്കുന്ന ടൈമിൽ വിരിയാനായിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വിരിയട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ കൂടൊന്നും ക്ലീൻ ആക്കലില്ല. ഫുഡും കാര്യങ്ങളും കൊണ്ടുവന്ന് കൊടുക്കും. ബാക്കിയുള്ള കഥകളൊക്കെ ഉമ്മയാണ്. എനിക്ക് ഫുള്ള് വെള്ളമൊക്കെ ഓട്ടോമാറ്റിക് ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ഇത് ഈ കൂടുകളിൽ ഉള്ളിൽ ഒക്കെ ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പിന്നെ കുറച്ചായിട്ട് ഇതിലിപ്പോൾ എല്ലാത്തിനും ഒരുമിച്ചിട്ടുണ്ട്. ഇതിൽ 2 ഓട്ടോമാറ്റിക്കിൻ്റെ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാത്രം വെച്ചിട്ട് വെറുതെ വെള്ളം അതിൽ നിറച്ച് കൊടുക്കും. ഇതിലൂടെ തീറ്റ തുറന്നിട്ട് കൊടുക്കും. ഇത് നമ്മുടെ തീറ്റപാത്രമായിരുന്നു കേട്ടോ. ഇതിലൊന്നേ തീറ്റ കമ്മിയായിട്ടുള്ള ടൈം ഉണ്ടായിരുന്നില്ല. ഫുള്ളായിരിക്കും ഒരു ടൈമിലൊക്കെ. ഫുള്ള് മിക്സഡ് ഗോതമ്പ് ഫിനിഷർ ഫുള്ള് മിക്സഡ് തീറ്റ ആയിരിക്കും ഇതിലുണ്ടാവുക കേട്ടോ. ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നേരതോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ഇതിനൊരു വഴി കൊടുത്തിട്ടുണ്ട്. അത് പഴയ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നെറ്റ് തട്ടിക്കൂട്ടിയിട്ട് ഒരു ചെറിയൊരു കൂട് സെറ്റ് ചെയ്താണ് നമ്മൾ. ഏതൊക്കെയോ വിരിഞ്ഞ് കിടക്കുന്നുണ്ട്. നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ വാടോ വേണ്ട, ആർക്കും വേണ്ട, വേണമെങ്കിൽ തിന്നോ. വേണ്ട, ഇവർക്കിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അതുകൊണ്ടാണ് ഇത്ര പേടി. പിന്നെ ഇതിലുണ്ടായിരുന്ന 1-2 മുഖികളൊക്കെ കൊടുത്ത്, ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്ന മുഖികളൊക്കെ കൊടുത്ത് നമ്മൾ. തിന്നോ വേണമെങ്കിൽ തിന്നോ, ആർക്കും വേണ്ട, തിന്നോളൂ. ഇവന് പുതിയ ആളാണ് കേട്ടോ. ഒന്ന് നിൽക്കടോ, ഞാൻ അങ്ങോട്ട് പോവാം, അതേണ്ട് പോവാം, നെറ്റിൻ്റെ കണ്ട് പോവാം. ഇതിപ്പോൾ പുതിയ കുട്ടിയാണ് കണ്ട, വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്, പുതിയ കുട്ടിയാണ്. അത് ആരുടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിൽക്കുന്നവൻ കണ്ട, ഇവൻ്റെ കുട്ടിയാണ് കേട്ടത്. നമ്മൾ മുട്ടൊന്നും എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആരൊക്കെ ഇവിടെ മുട്ടയൊക്കെ ഇട്ട് കണ്ട, ഇതാ ഒരാൾ മുട്ടയിട്ട് കിടക്കണേ, ഇവിടെ 2 മുട്ട കിടക്കുന്നുണ്ട്. അങ്ങനെ വിരിയുന്നുണ്ട്, അങ്ങനെ ഇതാവുന്നുണ്ട്. അത് നേരെ പുറത്തേക്ക് വരാം. നിങ്ങൾക്ക് വേറെ കുറച്ച് ടീമുകളെ കാണിച്ചു തരാട്ടാ. ഇനി നേരെ നമുക്കില്ലേ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതിലൊക്കെ ഫില്ലായിരുന്നു കേട്ടോ പ്രാവുകള്. ഇതിലൊക്കെ ഫില്ലായിരുന്നു. നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് വാ. ഇവിടെ നിർത്തോ വീട്. ഇത് ഇങ്ങനെ നല്ലായിരുന്നു. ഫുള്ള് നീറ്റായിരിക്കും കേട്ടോ. നമ്മുടെ കൂട് ഫുള്ള് നീറ്റായിരിക്കും. അടിഭാഗത്തൊന്നും ഒരു കാട്ടൊന്നും ഉണ്ടാവലില്ല. അത്രയും നീറ്റായിരിക്കും ഉണ്ടാവല്. ഇപ്പം നോക്കലില്ല നമ്മൾ. അത് കാരണം കൊണ്ടാണിത് ഇങ്ങനെ ആയിട്ടുള്ളത്. ഇതിൽ കണ്ടോ ഒരു 8 ഇതിൽ ഫുള്ള് ഫില്ലാണ്. ഇതൊക്കെ മാറാതെ പിടിച്ചിട്ട് ആകെ കലാപായിക്കണണ്ട. സാധനമില്ല, ബേഡ്സ് ഒന്നും ഇതാണ്ടോ ഓട്ടോമാറ്റിക്കിൻ്റെ വെള്ളത്തിൻ്റെ ഒന്നുമില്ല. ഇപ്പോൾ അതിലൊന്നുമില്ല. അത് കാരണം കൊണ്ട് ഇങ്ങനെ ഇതായി കിടക്കുകയാണ്. ഇതിലിപ്പോൾ ഒരു 10-15 പേർ പ്രാവുകൾ കിടക്കുന്നുണ്ട്. അതന്നെ ഉള്ളൂ ഇപ്പോൾ.
ഈ ഒരു കൂട്ടിക്ക് വരികയാണെന്ന് വെച്ചാൽ തണ്ട മുതിന കിടക്കുന്നുണ്ട്, മുട്ടിട്ട് കിടക്കാണ്. നമ്മൾ എടുത്ത് മാറ്റിയിട്ടില്ല. നോക്കട്ടെ, ഒന്നുള്ളൂ. അത് പൊട്ടിക്കണോ? പൊട്ടിയിട്ടൊന്നുമില്ല, അത് ബിരിയാണി തോന്നുന്നുണ്ട്. അതിലത് അങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇതിൽ കിങ് കിടക്കുന്നുണ്ട്. വേണ്ട, ഒരു പേര് കിങ് കിടക്കുന്നുണ്ട്. ആ മോൾഡിങ് സ്റ്റേജാണ്, രോമങ്ങളൊക്കെ പോയിട്ട്. ഇപ്പം മരുന്നുകളോ വേറെ ഇളക്കാനുള്ള പരിപാടികളോ ഒന്നും കൊടുക്കുന്നില്ല കേട്ടാ. ഒന്നും ഇപ്പം ചെയ്യില്ല. ഇപ്പോൾ വീട്ടുകാരാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അസുഖങ്ങളും കമ്മിയാണ്. പണ്ട് നമ്മൾ ഒരുപാട് നോക്കുന്ന ടൈമിൽ ഭയങ്കര അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ കണ്ട അസുഖങ്ങളും ഇല്ല, ഒന്നുമില്ല. ഇതൊരു പേർ ഫാൻറ്റയിലാണ്. ഇത് ഫീമെയിലും അത് മെയിലും. അവർ എഗ്ഗിട്ട് കിടക്കുന്നുണ്ടായിരുന്നു, അതൊന്നും കാണാനില്ല. ഈ എലികൾ കയറുന്നുണ്ട്, എലികൾ കയറിയിട്ട് എടുത്തിട്ട് പോവാ തോന്നുന്നുണ്ട്. പിന്നെ ഇതാണ്, ഇതിലൂടെ ഫുഡ് ഇട്ട് കൊടുക്കും, ഇതിൽ വെള്ളം. പിന്നെ നേരെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ കിടക്കുന്ന ഒരു പേര് സാറ്റി. എന്താണ് ഒരു പേര് സാറ്റി. ഇതിലൊരു കുട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ ഇതാണ് കുട്ടി ഇട്ടാ. ഇങ്ങോട്ട് പാടോ, മറ്റൊരു എഗ്ഗ് ചെയ്ത് കിടക്കാണ്. അതാ ഇതല്ല, ഇത് കുട്ടിയാണ്. അത് തന്തയും തള്ളയാണ്. ഇതിപ്പോൾ ഒരു കുട്ടി ഇറങ്ങിയതാണ് ഈ കാണുന്നത്. കണ്ട, തൂലം പൊട്ടിയിട്ടുള്ള ഒരു കുട്ടിയാണ് ഈ കാണുന്നത്. ഉള്ളിലേക്ക് വയ്ക്കോ. അത് നമ്മൾ ഇതായിട്ടില്ല, വീണ്ടും എഗ്ഗിട്ട് കിടക്കുന്നുണ്ട് കേട്ടാ. നേരെ ഇങ്ങോട്ട് വാ, അടക്കി. ഇപ്പുറത്ത് കൂടുതൽ ഒരു പേര് അടിപൊളി ഒരു ഫാൻറ്റയിൽ കിടക്കുന്നുണ്ട്. കണ്ട, അടിപൊളി ഒരു ഫാൻറ്റയിലാണ്. ഇതൊരു മെയിലും ഇതൊരു ഫീമെയിലാണ് കിടക്കുന്നത്. എഗ്ഗ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, എഗ്ഗ് ചെയ്തിട്ടൊന്നുമില്ല. അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ നേരെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പേര് മുഗി. ഇതിലുണ്ടോ ബ്ലാക്ക്. അതൊരു അടിപൊളിയായിരുന്നു, ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടതാണ്. ഭയങ്കര സ്മെല്ലായിട്ടാണ്. ബ്ലാക്ക് ആണ് കേട്ടോ, നല്ല അടിപൊളി മുഗികളാണ്. മുഗികളൊക്കെ ഒരു ടൈമിൽ ഭയങ്കര കളിയായിരുന്നു. ആ ലോക്ക്ഡൗൺ ടൈമിലൊക്കെ ഇതിൻ്റെ കുട്ടികളിന് 3000 രൂപയ്ക്കൊക്കെ കൊടുത്തായിരുന്നു. ഇപ്പോൾ ഈ പാരൻസിന് 150 രൂപ 100 രൂപ ആ റേഞ്ചൊക്കെ ഉള്ളു. അതും കിട്ടിയാൽ ഭാഗ്യം. അപ്പം അങ്ങനെയായി മാറിയേക്കണേ. പിന്നെ നേരെ ഇതിലുണ്ട് ഒരു പേര് ഹോമർ കിടക്കുന്നുണ്ട്. നീത്ത് കൂടെ തുറക്കുന്നില്ല. ഒരു പേര് ഹോമർ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കുട്ടി ഇതാ വിരിഞ്ഞ് കിടക്കുന്നു. ഒരു പേര് കുട്ടീനെ കണ്ട, ഒരു പേരല്ല, ഒറ്റ പീസ് ഇട്ടാ. അത്യാവശ്യം നല്ല ഫുഡൊക്കെ കൊടുത്ത് ടെമ്പറാക്കിയാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഒറ്റയ്ക്കായതുകൊണ്ടാണ് അത്യാവശ്യം നല്ല സൈസ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് നാടന്മാരാ കിടക്കുന്നത്. ഇതൊരു പേര് നാടനാണ് കിടക്കുന്നത്, എഗ്ഗ് ചെയ്ത് കിടക്കുന്നുണ്ട്. പിന്നെ ഇതിലിതാ ഒരു പേര് നമ്മുടെ ഫാൻറ്റയിൽ വാടാ, ഒരു പേര് ഫാൻറ്റയിൽ കിടക്കുന്നത്. ഇത് നമ്മുടെ ഒരു ചങ്കിൻ്റെ ആണ് കേട്ടോ. അവന് ഹഫ്നാസിൻ്റെ ആണ്. അവന് ഇതേപോലെ വീട്ടിൽ ആ ഒറ്റ പേരുണ്ടായിരുന്നല്ലേ. അപ്പോൾ അതിനെ കൊണ്ടുപോടാ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടാണ്, നോക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്നാണ്. അവരൊരു പേരിപ്പോൾ എഗ്ഗ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പേരിൻ്റെ എഗ്ഗ് ഞാൻ പുറത്ത് നാടൻപ്രാവിന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ വിരിപ്പിക്കലുണ്ടായിരുന്നില്ല, അത് ഏകദേശം റിസൾട്ട് ആയിരിക്കുന്നത്. അപ്പോൾ പിന്നെ അത് വിരിയട്ടെ വിചാരിച്ചിട്ട് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലൊരു ഒരു പേര് ഹോമർ കിടക്കുന്നത്, ഒരു പേര് ഹോമർ കിടക്കുന്നുണ്ട്. പിന്നെ നേരെ താഴത്ത് 1-2 പേരുകൾ കിടക്കുന്നുണ്ട്. ഇതിലേക്ക് വരികയാണെന്ന് വെച്ചാൽ ഒരു പേര് ഓസ്ട്രേലിയൻ വൈറ്റ്, നല്ല ക്വാളിറ്റി ഉള്ള പേര് കേട്ടോ. നമ്മുടെ സെലൻ്റെ പേരാണ്, ഷായർഖാൻ്റെ. അവരുടെ നിന്ന് ഞാൻ കുട്ടിയാകുമ്പോൾ മേടിച്ചാണ്. അതിലൊരുപാട് കുട്ടികളെ ഞാൻ കൊടുത്തിട്ടാ. അന്നെന്താ ചെറിയ റേറ്റിന് മേടിച്ചാണ്. അതിനൊക്കെ കൊടുത്തിട്ട് നല്ല അത്യാവശ്യം നല്ല റേറ്റ് നമുക്ക് കിട്ടിയേക്കുന്നത്. കുട്ടികളെ ഒരുപാട് കുട്ടികളെ നമ്മൾ കൊടുത്തേക്കുന്നത്. ഇതിൽ പിന്നെ ഒരു പേര് നാടൻ പേര് മുട്ടിട്ട് കിടക്കുകയാണ് കേട്ടോ, എഗ്ഗ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഇതിലൊരു പേര് നാടൻ പേരാണ്. നമുക്ക് ഈ നാടൻ പ്രാവുകളിനെ ഭയങ്കര ഇതായിരുന്നു. അതായത് ഈ പുള്ളികളിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്ന് എടുക്കുമായിരുന്നു. അങ്ങനെ എടുത്ത് കൂട്ടിയിട്ടുള്ള ഐറ്റങ്ങളാണ്. ഇത് നമ്മുടെ ഒരു 4 പേരുണ്ട് കേട്ടോ, നാടൻ പ്രാവുകൾ പുള്ളികളാണ്. അത് നമ്മുടെ കൂട്ടുകാരൻ ഷിജിത്തിൻ്റെ ആണ്. അവൻ്റെ കല്യാണം ആയപ്പോൾ നോക്കാൻ ഒരു ഇത് കാരണം കൊണ്ട് തന്നതാണ്. കൊണ്ടേക്കോന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കുന്നതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് വന്നത്. നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളോട് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ ഇതിലും നാടൻ പ്രാവുകളാണ് കിടക്കുന്നത്. ഇതിലിതാ കിടക്കുന്ന അടിപൊളി 2 ചൂട്ട് നാടൻ പ്രാവുകൾ. ഒന്ന് അഫ്നാസിൻ്റെയും ഒന്ന് നമ്മുടെ ഉണ്ടാകുന്ന ഒരു പ്രാവിനെ പൊട്ടിച്ചിട്ട് കൊടുത്താണ്. അടിപൊളി പേരാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ക്രൈസാണ് ഇങ്ങനത്തെ പുള്ളിപ്രാവുകളാണ്. അതിനൊക്കെ ഇപ്പോൾ ആര് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ കൊടുക്കില്ല. നാടൻ പ്രാവുകളിന് ആർക്കും കൊടുക്കില്ല. നമ്മൾ അത്ര ഇതായിട്ട് നമ്മൾ നിർത്തിയിട്ടുള്ള ഐറ്റങ്ങളാണ്. ഇതിലും അതേപോലെ ഒരു നാടൻ പ്രാവിൻ്റെ പേര് കിടക്കുന്നുണ്ട്. ഈ നാടൻ പ്രാവുകളിന് നമ്മൾ ആര് ചോദിച്ചാലും കൊടുക്കില്ല. അല്ലാണ്ടുള്ള കുറച്ച് പ്രാവുകളുണ്ട്, മുഗികൾ, ഫാൻറ്റയിലുകൾ. അതൊക്കെ ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം കേട്ടോ. പ്രാവുകളിന് ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ പുറത്ത് കിടക്കുന്ന പേരുകളിൽ വേണമെങ്കിൽ കൊടുക്കാം. മുഗികളുണ്ട്, അതിന് കൊടുക്കാം. അപ്പോൾ ആരെങ്കിലുമൊക്കെ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുക, കോൺടാക്ട് ചെയ്യുക. പിന്നെ ഇത്രയൊക്കെ തന്നെ നമ്മുടെ ലോകം എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ പുറത്ത് വർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അപ്പോൾ വീട്ടുകാരാണ് ഇതിൻ്റെ നോട്ടം മൊത്തം. തീറ്റ കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയും, കൊണ്ടുവന്ന് കൊടുക്കും. അല്ലാണ്ട് മരുന്നോ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ആർക്കും വേണ്ട, അങ്ങനെ ആയി മാറി. ലോക്ക്ഡൗണിൽ ഒരുപാട് ആൾക്കാരെടുത്ത് വളർത്തിയിട്ടും അനാവശ്യമായി കൊടുത്ത് ഒഴിവാക്കിയിട്ടൊക്കെ അതിൻ്റെ ആ മാർക്കറ്റാണ് കളഞ്ഞ്. ഇപ്പോൾ ആർക്കും വേണ്ട. നമ്മളൊരു ആ ഒരു പ്രാവിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് മാത്രം നിർത്തിയിരിക്കുകയാണ് നമ്മൾ ഈ കാണുന്ന ഐറ്റങ്ങളെ. ഫാൻറ്റയിൽ ഇട്ടാ നമ്മുടെ ഇതൊരു മെയിലാണ്, പിന്നെ ഒരു ഇന്ത്യൻ മിക്സാണ് മെയില്. കൊടുക്കാനുള്ള ഐറ്റം അല്ല കേട്ടാ, ഇതൊക്കെ നമ്മളൊരു കൗതുകത്തിൻ്റെ പുറത്ത് നിർത്തിയേക്കുന്ന ഐറ്റങ്ങളാണ്. അത്രയും താല്പര്യത്തിൽ നിർത്തിയേക്കുന്ന ഐറ്റങ്ങളാണ് ഈ കാണുന്നതൊക്കെ. കൊടുക്കാനുള്ളത് വേറെ കുറച്ച് ഇതുകളൊക്കെ ഉണ്ട്, ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഇതിലടിയിൽ കണ്ട ഇത് കിടക്കുന്നുണ്ട്, ഓസ്ട്രേലിയൻ വൈറ്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ നോക്കാനിട്ടേ ബൂട്ട് ലെങ്ത്തും കാര്യങ്ങളൊക്കെ കൂടിയ പ്രാവാ. അപ്പോൾ അതിൻ്റെ ബൂട്ട് ഇതൊക്കെ നടക്കാൻ പറ്റുന്നില്ല. ബൂട്ട് ഇതൊക്കെ ഓവറായിട്ട് വളർന്നിട്ടേ കാലിൻ്റെ അടി കണ്ട നടക്കാൻ പറ്റാണ്ടായിരിക്കണം. ഇതൊക്കെ നെറ്റിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ട് പൊട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ കാലിൻ്റെ അടിഭാഗേ ഒന്ന് ബൂട്ട് ലെങ്ത്ത് കുറച്ച് കയറ്റിയിട്ട് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ അത്രയും പക്കയായിട്ട് ചെയ്തായിരുന്നാണ് കേട്ടോ. ഇപ്പം പിന്നെ വർക്കിൻ്റെ ഇതും ഒക്കെ പാടെ കാരണം കൊണ്ടാണ് അതിനൊന്നും ടൈം കിട്ടാത്തത്, നോക്കാൻ പറ്റുന്നില്ല. ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാവും. ഒന്നാമത് സാധനം പോകുമ്പോഴാണ് എല്ലാവർക്കും നോക്കാനൊരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ സാധനം അനക്കില്ലാത്തതുകൊണ്ടേ ആരും കയ്യിലുണ്ടായിരുന്നവരൊക്കെ ഒഴിവാക്കിയിട്ടാ. പ്രാവ് ഒരുപാട് ആളുടെ കയ്യിലുണ്ടായിരുന്നല്ലോ, എല്ലാവരും അതൊക്കെ ആ മേഖലയെ വിട്ട് ഇനി എന്നാ വരിക എന്നുള്ള അറിയില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ എന്നാ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ.